ഇൻ ദി സ്കൂൾ ആനിവേഴ്സറിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എളിയ കലാകാരന്മാർക്ക് ഇവിടെ ഒരു പരിപാടി അവതരിപ്പിക്കാൻ അവസരമൊരുക്കി തന്ന സ്കൂൾ സംഘാടകർക്കും വിശിഷ്യ ഈ പരിപാടി കാണാനെത്തിയ എല്ലാ മാതാപിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അഭിവാദനങ്ങൾ. ഇനി എളിയ പരിപാടിയെക്കുറിച്ചൊരു വാക്ക്. കഴിഞ്ഞൊരു മാസം മുൻപ് കേരള ജനതയെ സമ്പർജനീകമായ മാനസികാവസ്ഥയിലാക്കിയ ഒരു സംഘമാണ് കുർവ സംഘം. അവർ പൂർണ്ണമായും ഇവിടെ നിന്നും പിടിവിട്ടു പോയിട്ടില്ല. അവരെ എങ്ങനെ അതിജീവിക്കാം എന്ന എളിയ ആശയം ഉയർത്തിക്കാട്ടി ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ചുറ്റുവട്ടം. കലാവിഷ്കാരം മറിയാമ്മ പൂന്തോപ്പ്. ആവിഷ്കാര സഹായികൾ സിമ്മി മിസ്സും റോമി മിസ്സും. വീക്ഷിക്കൂ, വിലയിരുത്തൂ, അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. ചുറ്റുവട്ടം. നിങ്ങളേവരുടെയും മൈനശ്രദ്ധ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊണ്ടും വളരെ നിശബ്ദമായ ഒരു അന്തരീക്ഷം പ്രതീക്ഷിച്ചുകൊണ്ടും സദയം സമക്ഷം സമർപ്പിക്കുന്നു. ചുറ്റുവട്ടം. മോനെ ചക്കരക്കുട്ട, വേഗം കഴിക്കണേ. ഇപ്പോഴേ ട്യൂഷൻ കഴിഞ്ഞ് ചേട്ടായി വരും. അവൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണ്ടേ? അമ്മച്ചി, കുഞ്ഞ് പെട്ടെന്ന് കഴിക്കാവേ, മുഴുവൻ കഴിക്കാവേ. കാലം പോയ പോക്കി. പണ്ട് 100 പേരുണ്ടെങ്കിൽ ഒരു ആഹാരം ഉണ്ടാക്കിയാൽ മതി. അപ്പം എങ്കിൽ അപ്പം, പുട്ടെങ്കിൽ പുട്ട്. ഇന്നങ്ങനെയാണോ? 3 പേർക്ക് 300 തരം ആഹാരം ഉണ്ടാക്കണം. കൊച്ചിനെ, ഇതുവരെ നീ ഒന്നും കഴിച്ചിട്ടില്ലേ? നിന്റെ അപ്പനെ ഞാൻ കഴിപ്പിച്ചോണ്ട് പിന്നല്ലേ നീ തുറക്കടാ. എനിക്ക് വേണ്ട, ഇത് കൊള്ളത്തില്ല. എനിക്ക് വേണ്ട, കൊള്ളത്തില്ല. ഓ, കരയണ്ട. കരഞ്ഞു വല്ല കൊള്ള ഉണ്ടാക്കി വെച്ചാലേ കൊണ്ടുവിടാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പനും അമ്മയും ഒക്കെ അങ്ങ് UK പിന്നെ അവരാവശ്യത്തിന് പൈസയൊക്കെ അയച്ചു തരുന്നത് കൊണ്ട് ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല. ബഹുമാരെ ഒന്ന് വളർത്തിയെടുക്കണ്ടേ കർത്താവേ. വേണ്ട അമ്മച്ചി, എനിക്ക് ഈ ദോശ വേണ്ട. പണ്ടാണെങ്കിൽ കോക്കാച്ചി വരുമെന്നോ 3 കണ്ണം വരുമെന്നോ ഒക്കെ പറഞ്ഞൊന്ന് പേടിപ്പിക്കായിരുന്നു. ഇപ്പോഴാണെങ്കിലോ കാർട്ടൂൺ കണ്ട് അവരൊക്കെ അല്ലേ ഹീറോ. അതിനും പേടിയില്ല. അമ്മച്ചി, എനിക്ക് ബർഗർ മതി. പിന്നെ ബർഗർ ഞാനൊരു കീറ് വെച്ച് തരും കേട്ടാ. വായിക്കും വയറിനും കൊള്ളാത്ത സാധനങ്ങൾ അതൊന്നും വേണ്ട. എടാ, അവന് ദോശ വേണ്ട, ബർഗർ മതിയെന്ന്. വേണ്ടാത്ത കുറെ ശീലമൊക്കെ നീയല്ലേ അവനെ പഠിപ്പിക്കുന്ന ഇതൊക്കെ. ഓ, ചേട്ടന്റെ അനിയും കോന്തക്കുറുപ്പ്. അമ്മച്ചി, ബർഗർ എന്ന് പറഞ്ഞാലേ ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ ഗർജിക്കുന്ന സിംഹമാണ്. ബർഗർ. കേട്ടില്ലേ ആ ഗർജനം? ഗർജിക്കുന്നതല്ലടാ, ഛർദിക്കുന്നത്. അത് ശരിയാ. കഴിഞ്ഞ ദിവസം കഴിച്ചിട്ട് നേരം വെളുപ്പിക്കാൻ ഞാൻ പെട്ട പാട്. അമ്മച്ചി, ഞങ്ങൾ നിർത്തി. എല്ലാ ജങ്ക് ഫുഡും നിർത്തി. ഇനി ആവിൽ പുഴുങ്ങിയതും പച്ചക്കറികളും പഴങ്ങളും മാത്രം. അമ്മച്ചി, EVS മിസ് പറഞ്ഞു, If we eat junk food, our body will become lazy and fat. ശരിയാടാ. നമ്മൾ ഹിന്ദി മിസ്സിനോടും പറഞ്ഞില്ലേ? अब हम जंक फूड नहीं खाएंगे, हरी सब्जियां, फल तथा पौष्टिक चीजें ही खाएंगे. എന്തായാലും സ്കൂളിൽ പോയത് വെറുതെ ആയില്ല. പുസ്തകത്തിൽ മാത്രം പോരാ കേട്ടോ. അമ്മച്ചി, ഇനി വരുന്നവരാരാണെന്നറിയാമോ? ബീറ്റാ കിഡ്സ് ആണ്. ബീറ്റാ ജനറേഷനിലെ ബീറ്റാ കിഡ്. ഓ, അങ്ങനെയാണോ? പണ്ടൊക്കെ തീറ്റയ്ക്ക് വേണ്ടി കരയുന്ന കുഞ്ഞുങ്ങളായിരുന്നു. ഇപ്പൊ തീറ്റ കൂടിയിട്ട് തമ്മിലടിക്കുന്ന കുഞ്ഞുങ്ങളാ. അതുകൊണ്ടായിരിക്കും ബീറ്റ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത്. ബീറ്റ ആയാലും ഒമേഗ ആയാലും നിങ്ങൾ നന്നായി വളർന്നാ മതി. ആഹാ, ഇതുവരെ കഴിച്ചു കഴിഞ്ഞില്ലേ കുഞ്ഞാണി? മാറ്റിവെച്ചേ, മൊബൈൽ മാറ്റിവെച്ചേ. TV മൊബൈലും ഒക്കെ കണ്ടോണ്ടിരുന്നാലേ വായിലോട്ടൊന്നും പോകത്തില്ല. ആഴ്ച കുർബാനയ്ക്കിടയ്ക്ക് വികാരിച്ചൻ പ്രത്യേകം പറഞ്ഞതാ, നമ്മുടെ രൂപതയുടെ FM റേഡിയോ ആയ റേഡിയോ നീതൽ എല്ലാവരും കേൾക്കണമെന്ന് കേട്ടോ. ഹലോ, നമസ്കാരം. റേഡിയോ നീതൽ 107.8 FM-ന്റെ എന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഇന്നത്തെ നമ്മൾ നേരത്തെ അനൗൺസ് ചെയ്തതുപോലെ തന്നെ 10 കഴിഞ്ഞ് +2 കഴിഞ്ഞ് നിങ്ങൾക്ക് ഇനി എന്ത് എന്ന ഒരു വലിയ ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, ഞാൻ ആരാണെന്ന് എല്ലാവർക്കും അറിയില്ലേ. ഞാൻ ആർജു ഫർസാനയാണ്. പക്ഷെ നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത് നമുക്ക് ഏറെ സുപരിചിതയായ വഴികാട്ടി എന്ന പ്രോഗ്രാമിലൂടെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഒരാളായി മാറിയ നമ്മുടെ കുടുംബത്തിലെ തന്നെ ഒരു അംഗമാണ്. പ്രശസ്ത കരിയർ ഗുരുവാണ്. കൂടാതെ തന്നെ കാളാത്ത് ലിയത്ത് ബിന്ദു സ്കൂളിന്റെ പ്രിൻസിപ്പൽ കൂടിയാണ് ഇന്ന് നമ്മൾ
നമ്മളോടൊക്കെ നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസിനും ഉത്തരവുമായി ഒപ്പം സംശയങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല ശ്രീമതി മിനി ജോസഫ് മേഡമാണ്. മേഡത്തെ നമുക്ക് വെൽക്കം ചെയ്യാം നമ്മുടെ റേഡിയോ നെയ്തലിലേക്ക്. ഹലോ. ഓക്കെ മേഡം. ഈ പറഞ്ഞ പോലെ ഗവേഷണ രംഗത്ത് സ്കോളർഷിപ്പോടെയുള്ള പഠനം ഡിഗ്രി തലത്തിലും അതുപോലെ തന്നെ PG അതായത് മാസ്റ്റേഴ്സ് പഠിക്കുന്ന തലത്തിലും തരുന്ന ഗവൺമെന്റിന്റെ ഒരു പ്രോഗ്രാമാണ് ഈ ഐസർ എന്ന് പറയുന്നത്. ഐസറുകളിൽ പഠിക്കുന്നത്, അതായത് ഈ ഇത്തരത്തിലുള്ള ശാസ്ത്ര ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് പ്രവേശനം നടത്തുന്ന പരീക്ഷയാണ്, പ്രവേശന പരീക്ഷയാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പരീക്ഷ എഴുതി ആ പരീക്ഷയിൽ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഡിഗ്രിയും അതുപോലെ തന്നെ PGയും പഠിക്കാനായിട്ട് സാധിക്കും. അത് നേരിട്ട് ശാസ്ത്ര ഗവേഷണ രംഗത്ത് പോകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ചേട്ടാ എത്രത്തിനാളാ പൊട്ടിയത്? എനിക്ക് നിന്റെ പ്രായത്തിൽ എല്ലാ വിഷയത്തിനും ഫുൾ A+ ആയിരുന്നു. ഏത് പ്രായത്തിൽ? ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ. ചേട്ടാ തിന്നില്ലെങ്കിൽ പിടിക്കും, പഠിച്ചില്ലെങ്കിൽ പിടിക്കും, ട്യൂഷന് പോകാതിരുന്നാലും പിടിക്കും. ആരാടാ? കുറുവാക്കാര്. അപ്പൊ ഇവര് നമ്മുടെ അമ്മച്ചിയുടെ കൂട്ടുകാരാണോ? വിളിക്കുമ്പം വരാം. എന്താ അവിടെ കഴിച്ചു തീർന്നോ? കഴിച്ചു തീർന്നെങ്കിൽ പോയി കൈ കഴുകുക, പഠിക്കാനുള്ളതൊക്കെ എടുക്ക്, പോയി ചെല്ല്. ചേട്ടത്തി ജാഗ്രതാ സമിതിക്ക് പോകുന്നില്ലേ? നമ്മുടെ സ്കൂളിൽ വെച്ചാണ്. ആരാ? ദേ വരുന്നു. ഇവിടൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കുമായിരുന്നു ഞാൻ. ചേട്ടത്തി കഴിഞ്ഞ ആഴ്ച കുടുംബശ്രീക്ക് വരാൻ പറ്റിയില്ല. ഇന്നാ നിക്ഷേപം. ബുക്കിൽ എഴുതണേ. വാതില് കുട്ടിയിട്ട് അകത്തിരിക്കണം. തമ്മിൽ തല്ലരുത് രണ്ടുപേരും കൂടെ. ഞാൻ ജാഗ്രതാ കമ്മിറ്റിയുടെ മീറ്റിങ്ങിന് പോയിട്ട് വരാം കേട്ടോ. എടാ മോനെ, നീ പിന്നെയും വന്നോ? അല്ല സാറേ, വന്നതല്ല, കൊണ്ടുവന്നതാ. സാറേ ഇവിടെ ഇരിക്കല്ലേ, ഇവിടെ എന്റെ കിഡ്നിയാ. നിന്റെ കിഡ്നി എന്നാടാ നെഞ്ചത്തായത്? അപ്പൊ എത്ര കിഡ്നി ഉണ്ടാ? കഴിഞ്ഞ വരവിന് ഈ SI സാറ് ഇടിച്ചു കയറ്റിയതാ ഇവിടുന്ന് ഇങ്ങോട്ട്. സാറേ ഇവനെ അങ്ങ് ചാർജ് ചെയ്യട്ടെ. അപ്പൊ ഇതാണല്ലേ സർചാർജ്. പോലീസ് സ്റ്റേഷനിൽ സാറെന്നെ ചാർജ് ചെയ്യുന്നതിന് KCB-ക്കാരെന്തിനാണാവോ വീട്ടിൽ വന്ന് സർചാർജ് പിരിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ എല്ലാം ഇവിടെ തലതിരിവല്ലേ. ലെറ്റർ കൊടുക്കുന്നവനെ പോസ്റ്റ്മാൻ എന്നും പോസ്റ്റിൽ കയറുന്നവനെ ലൈൻമാൻ എന്നും. പറഞ്ഞേതാവേ പറ. നീ കൂടെ പിടിച്ചോണം. സാറേ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ എടാ സാധനം എന്നാടാ? ജാഗ്രതാ സമിതി. അവൻ പള്ളിക്കൂടത്തിൽ പോയിട്ടുണ്ട്. ആ സാധനം അത് നമുക്ക് രൂപീകരിക്കണം. അതിനായി നമുക്കൊരു മീറ്റിംഗ് കൂട്ടണം. എവിടെയാ മെമ്പറെ? എവിടാടാ? സ്കൂളില്. മെമ്പറിനത്ര പരിചയമില്ലാത്ത സ്ഥലം. ലിയോ 13 സ്കൂളിലെ അച്ഛനോട് സംസാരിച്ച് സ്കൂളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദേ ഇവനെ കണ്ടോ? ഇവൻ നമ്മുടെ പൊങ്ങച്ചൻ കള്ളനല്ലേ, ചൊവ്വേ നേരെ കക്കാൻ പോലും അറിയാത്തവൻ. കുർബാ സംഘത്തിന്റെ തലവനാന്നാ പറയുന്നത്. ഇല്ല സാറ് വേണേ പൊങ്ങച്ചെന്ന് വിളിക്കുന്നു. അയ്യോ ഞാനല്ലേ, ഞാൻ കട്ടസാനം ഈ പഞ്ചായത്ത് വിട്ട് പോയിട്ടില്ലേ. ഇവനെ വിട്ടേക്ക് സാറേ, ചിലപ്പോ ഇവനും നമുക്ക് ഉപകാരപ്പെടും. മുള്ളിനെ മുള്ളെന്ന പോലെ. അതാണ്. എന്നാ നീ ഇപ്പൊ പൊക്കോ, പിന്നെ പൊക്കിക്കോളാം. നന്ദിയുണ്ട് സാറേ, നന്ദിയുണ്ട്. എന്നാ വണ്ടി എടുക്ക്, നമുക്ക് ലിയോ 13 സ്കൂളിലേക്ക് പോവാം. കറിയച്ചായോ, ഈ പ്രാവശ്യത്തെ കൊയ്ത്തൊക്കെ എങ്ങനെ? എന്തു പറയാൻ അന്തോണി, എല്ലാം കവടയായിപ്പോയി. അതിനല്ലേ നമ്മുടെ കരിങ്കണ്ണൻ വാസു ഉള്ളത്. എന്തൊരു കവിടയാ. അവന്റെ ഒറ്റ പറച്ചില് മതി, കതിരെല്ലാം കതിരാവും. അവനെ കൊണ്ടുപോയതാടാ. അവൻ പറയുക, എന്റെ കറിയാച്ചായോ, ഈ കവിടയുടെ ഇടർക്ക് കൊഴുത്ത് വിളഞ്ഞു നിൽക്കുന്ന ആ കതിരുകളുണ്ടല്ലോ, അതൊന്നൊന്നര കതിര് തന്നെ. തീർന്നില്ലേ എല്ലാം? തീർന്നടാ. ഉണ്ടായിരുന്ന കതിര് കൂടി വെട്ടിക്കിളി വെട്ടിക്കളഞ്ഞു. മാന്യരെ, നാം ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഉറക്കം കെടുത്തുന്ന, നമ്മെ ഭീതിയിൽ ആഴ്ത്തുന്ന കുർവാ സംഘത്തെ നേരിടാനും തടയാനുമുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാനാണ്. എന്തെങ്കിലും തടയാനുള്ള പദ്ധതി, അതാണല്ലോ മെമ്പർക്ക് പ്രധാനം. ചേട്ടാ, നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും. അങ്ങനെ തന്നെ, ആസൂത്രണം ചെയ്യാനുമാണ്.
ആദ്യം തന്നെ നമുക്ക് നന്ദി പറയേണ്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട ഫാദർ സെബാസ്റ്റ്യൻ ശാസ്താംപറമ്പിൽ അച്ഛനോടാണ്. അദ്ദേഹം നമുക്ക് ഈ സ്കൂൾ വിട്ടു തന്നതിന് നമ്മൾ ആദ്യമേ തന്നെ അദ്ദേഹത്തിന് നന്ദി പറയുന്നു. ഇന്നത്തെ യോഗത്തിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് ബഹുമാനപ്പെട്ട SI ഭരത് ചന്ദ്രൻ സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കുറുവ സംഘത്തെ ഭയപ്പെടുന്നവരോടായി ഒരു വാക്ക്: ഭയമല്ല, ജാഗ്രതയാണ് നമുക്ക് വേണ്ടത്. കൊറോണയെയും പ്രളയത്തെയും അതിജീവിക്കുവാൻ നമ്മെ സഹായിച്ചത് നമ്മുടെ ഐക്യവും ഒത്തൊരുമയോടുള്ള പ്രവർത്തനവുമാണ്. ബുദ്ധിയും ശക്തിയും ഒരുമിച്ച് ചേർത്ത് ഈ പ്രശ്നത്തിന് നമ്മൾ ശാശ്വതമായ പരിഹാരം കാണേണ്ടതുണ്ട്. ഒന്നാമതായി, ഇരുട്ട് ഇവരുടെ ശക്തിയാണ്. അത് തകർക്കുന്നതിന് മുന്നോടിയായി നമ്മുടെ വീടിന്റെ പ്രധാന വാതിലിനും അടുക്കള വശത്തും ലൈറ്റ് ഇടണം. എന്റെ പൊന്നു സാറേ, ഇപ്പൊ തന്നെ കറണ്ട് ചാർജിന്റെ ബില്ല് കാണുമ്പോ തല കറങ്ങുക. ഇനി മുമ്പിലും പിന്നിലും കൂടെ ലൈറ്റ് ഇട്ടാ പേടിയാവും കറണ്ട് ബില്ല് കാണുമ്പോ. പണ്ട് വെട്ടവും വെളിച്ചവും ഇല്ലാഞ്ഞ കാലത്ത് എത്ര സമാധാനമായിട്ടാണ് കഴിഞ്ഞിരുന്നത്. ശരിയാ, വല്ല എഴുജന്തുക്കളെയും പേടിച്ചാ മതിയായിരുന്നു. ആക്രി വെറുക്കാൻ വരുന്ന മാക്രയെല്ലാം വെറും പോക്കിരികളാ സാറേ. പാട്ട് വെറുക്കാൻ വരുന്നവരെല്ലാം കുറുവ സംഘമാണെന്ന് ധരിക്കരുത്. ഭവന ഭേദനത്തിന് കാരണം അന്യനാടുകളോട് മാത്രമല്ല, അതോ അത് മുതലെടുക്കുന്ന മറ്റൊരുത്തരോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കും. അതിനായി CCTV ക്യാമറകൾ നമ്മൾ വെക്കണം. സാറേ, പട്ട വേണം. അച്ചായ പട്ടയടിച്ചോ ഉറങ്ങിപ്പോവും. ബോധത്തോടെ ഇരുന്നാൽ തന്നെ ഇവന്മാരൊന്നും പിടിക്കാൻ പറ്റത്തില്ല. വേണമെങ്കിൽ അവന്മാരെ പിടിച്ചിട്ട് നമുക്ക് പട്ടയടിക്കാം. അതല്ല പൊന്നോ, ഡോറിന് പട്ട വെക്കുന്ന കാര്യമാ പറഞ്ഞത്. ആ ശരിയാ, ഡോറിന് നമ്മൾ പട്ട വെക്കണം. ചേട്ടാ, അവിടെ ശ്രദ്ധിക്ക്, സാറ് പറയണ കേൾക്കണ്ടേ? തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിൽ നിന്നുള്ള മോഷ്ടാക്കളുടെ സംഘം, അതാണ് കുറുവ സംഘം. മോഷണം കുലത്തൊഴിലാക്കി പാരമ്പര്യമായി കൈമാറി കിട്ടിയ മോഷണ തന്ത്രങ്ങളും കൈക്കരുത്തും ഒപ്പം ആധുനിക സാങ്കേതിക വിദ്യയുടെ സൂക്ഷ്മമായ പ്രയോഗവും ഇവർക്കുണ്ട്. ഇത്തരം സംഘത്തെക്കുറിച്ചുള്ള ഭീതിയിലാണ് ഇന്ന് കേരളത്തിന്റെ പല ഭാഗത്തും. കോട്ടയത്ത് അതിരമ്പുഴയിലാണ് ഇവരുടെ സാന്നിധ്യം ആദ്യം കണ്ടത്. ഇവരുടെ പ്രത്യേകത എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, തുണി കൊണ്ട് അവരുടെ മുഖം മറച്ചിരിക്കും, കയ്യിൽ മൂർച്ചയുള്ള ആയുധങ്ങൾ കരുതിയിരിക്കും. എന്തെങ്കിലും അസാധാരണമായി സ്വരം നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമ്മൾ പുറത്തിറങ്ങാൻ പാടില്ല. ലൈറ്റ് ഓഫ് ചെയ്യരുത്. വാതിലിനോട് ചേർന്ന് പാത്രങ്ങൾ അടുക്കി വെക്കണം. പിന്നെ നൈറ്റ് പെട്രോളിങ്ങിന് ഞങ്ങൾ ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു അത്യാവശ്യം വരികയാണെങ്കിൽ ഞങ്ങളെ വേഗം വിളിക്കുക. ബംഗ്ല നൈറ്റ് റോബേഴ്സ് എന്നറിയപ്പെടുന്ന ഇവർക്ക് കേരളത്തിലും വേരുകളുണ്ടോ എന്ന് സംശയിക്കുന്നു. CCTV ക്യാമറകളുള്ള സ്ഥലങ്ങൾ ഇവർ ഒഴിവാക്കുന്നതായി കാണാറുണ്ട്. അതുകൊണ്ട് പരമാവധി CCTV ക്യാമറകൾ വെക്കുകയാണെങ്കിൽ ഉപകാരപ്രദമായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളത്. ഒരിടം വരെ അത്യാവശ്യമായി പോകേണ്ടതുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. എടാ, കാണുന്നില്ലല്ലോ, ഇവിടെ തന്നെയല്ലേ വരാൻ പറഞ്ഞത്? ഓ, ഒരു ബെസ്റ്റിയുടെ കഷ്ടപ്പാട്. ഈ ബെസ്റ്റി റോൾ അത്ര നല്ലതല്ലടാ. പോടാ, അതാണ് ബെസ്റ്റി. അതുകൊണ്ടല്ലേ ബെസ്റ്റി എന്ന് പറയുന്നത്. എന്നാൽ കേക്കട്ടെ, എന്താ എത്ര വിശേഷം? എത്ര വേണേലും ചോക്ലേറ്റ് തിന്നാം. 11 മേടിക്കും, അവള് ഞാനും തിന്നും. എങ്ങനെ? പാതി പാതി. അടുത്തത്, അവളുടെ അമ്മ എന്റെ അമ്മ, അവളുടെ അപ്പൻ എന്റെ അപ്പൻ, അവളുടെ വീട് എന്റെ വീട്, അവിടെ ചങ്ക് നിന്റെ ചങ്ക്. എന്നാൽ എന്റെ അളിയ, ഞാൻ തീരുമാനിച്ചു. പഴഞ്ഞി ആണ്ടവനാണ്, തോറ്റാനിക്കര ഭഗവതിയാണ്, ശാസ്താംപറമ്പിലോ? ശാസ്താവ്, ശബരിമല ശാസ്താവ്. ശരി, എന്നാ തുടങ്ങിക്കോ. ശബരിമല ശാസ്താവാണ് ഞാൻ. ഇന്നു മുതൽ നല്ല ബെസ്റ്റിയായിരിക്കും. ബെസ്റ്റിയും ലൈനൊക്കെ മണ്ടത്തരവാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ബോറടി മാറ്റാനും ഓസിന് ഫുഡ് അടിക്കാനുമാണ് നമ്മൾ. കാര്യത്തോടെടുക്കുമ്പോൾ നമ്മൾ വെറും ബ്രോ. അതെ, ഇവൾമാർക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് കേട്ടാലോ? KSRTC ബസ്സിലെ യാത്ര എന്ന് കേട്ടാലോ? ഗവൺമെന്റ് സ്കൂൾ എന്ന് കേട്ടാലോ? എന്നാൽ ഗവൺമെന്റ് ജോലി എന്ന് കേട്ടാലോ? അതേടാ, ടെൻഷൻ ഫ്രീ, പെൻഷൻ ഫ്രീ. അങ്ങനെയാണോ? എന്നാൽ ഞാൻ പുതിയ തീരുമാനം എടുത്തടാ. എന്താടാ അത്? ഇന്നു മുതൽ നന്നായി പഠിച്ച് ഒരു സൂപ്പർ ജോലി നേടും. അങ്ങനെ ടെൻഷൻ ഇല്ലാതെ പെൻഷൻ നേടും. എങ്കിൽ സത്യം തുടങ്ങടാ. കൃപാസനം മാതാവാണ്, അർത്തുങ്കൽ മുത്തപ്പനാണ്,
വേളാങ്കണ്ണി പള്ളിയാണ്. സത്യം സത്യം സത്യം. ദേ വരുന്നു മിഠായി കുപ്പികൾ. അല്ലടാ, ചോക്ലേറ്റ് ഫാക്ടറി. നീ ഉണ്ടായിരുന്നോ? ഒരു ബെസ്റ്റിയുടെ കുറവുണ്ടായിരുന്നു. എടാ, സത്യം ചെയ്തെന്ന് മറന്നുപോയോ? അയ്യോ, ഇപ്രാവശ്യത്തെ റീൽസ് ഞാൻ പൊളിക്കും. കഴിഞ്ഞ റീൽസിൽ എത്ര ഉണ്ടായിരുന്നു വ്യൂവേഴ്സ്? 1,00,000. എങ്ങനെ? 10,000. പോരട്ടെ, ശരിക്കും പോരട്ടെ. 1,000. പോരട്ടെ പിള്ളേച്ച, ഇപ്പൊ ശരിയാക്കാം. ഇനി എന്ത് പറഞ്ഞാലും അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. 28. ആരുടെ അടി? എടാ എങ്കിൽ ശരി, വാ റീൽസ് എടുക്കാം. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്ന തുമ്പുറ്റുന്നില്ല ഇരുട്ടിൽ സിട്ടി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാല എന്നും ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും వచ్చుండాయి ఫీలింగ్స్ వచ్చి వచ్చి చంపేస్తుండాయి ఫీలింగ్స్ സമയമില്ല. കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാ. വേഗം പോണം. ഈ കമ്പനി ഒന്ന് സ്റ്റഡി ചെയ്താൽ അറിയാം പഠിത്തം മേലോട്ടോ കീഴോട്ടോ. എടാ, അടുത്ത റീൽസ് നമുക്കൊരു പുതിയ തീമാണ്. ഞാനും ചങ്കുകളും പൊളിക്കും. എടാ, കുറുവാ സംഘത്തെ സംബന്ധിച്ച നിങ്ങൾ കുറുവാക്കാരെ ഒരുങ്ങി വരുന്നു, ഞങ്ങൾ നിങ്ങളെ പിടിക്കുന്നു. എടാ, നീ എന്റെ വീട്ടിൽ കയറണം. തല്ലി പൊളിച്ചൊരു നിന്റെ അമ്മ കേസ് കൊടുക്കോടി. കണ്ടനെല്ലാം പൊളിക്കാൻ ഞാൻ വാതിൽ ചാരിയിടത്തേ ഉള്ളൂ. ഓക്കെ, എന്നാൽ സെറ്റ്. ഏട്ടാ, നമ്മളീ കേരളത്തിലുള്ളവര് വിളിക്കുന്നത് എന്താണെന്നറിയാവോ? ഇല്ലേ ചിന്നത്തമ്പി, എതുക്ക്? കറുവെന്നോ കുറുമയെന്നോ ആണ്. അല്ല, കുറുവാ. ஹலோ ஹலோ பூங்காவனம், வேகம் சொல்லுங்கோ. டியூட்டி இருக்கு. ராத்திரி விழுக்க கூடாது, காலே விழுக்கு. ஒரு நிமிஷம், பெரியவரோடு கேட்கட்டே. தலைவரே, പുതിയ പ്രോപ്പർട്ടിക്ക് കരാർ എഴുതണമെന്ന്. പ്രോപ്പർട്ടിയോ? അതെന്താടാ? എടാ, സ്ഥലം. ഓ, പ്രോപ്പർട്ടി. നമ്മൾ നോക്കി വെച്ച 2-3 വീട് കൂടി കയറണം. എടാ, മിണ്ടാതെ ആദ്യം ഇവിടെ കയറട്ടെ, എന്നിട്ട് പിന്നെ. പണിവാളി ആശാനെ, പണിവാളി. ഞാൻ ഇപ്പം വരാം. എങ്ങോട്ടാടാ നീ ഇപ്പൊ മുങ്ങുന്നത്? വേണ്ട, ഇത് കഴിഞ്ഞിട്ട് മതി. നമ്മൾ എന്തിനാ വന്നത്? പൂട്ട് പൊളിച്ച് വീടിനകത്ത് കയറാൻ. അപ്പോൾ പൂട്ട് വേണ്ടേ? നോക്ക്, ഇതിന് പൂട്ടില്ല. അതാ ഞാൻ പറഞ്ഞത് പൂട്ട് കഴിച്ചോണ്ട് വരാന്ന്. തമ്പി, ഇങ്ങവാ, നിന്റെ പേര് ചൊല്ലുങ്കോ. ഞാൻ താൻ ഐസ്റ്റീൻ. എടാ മണ്ട, നീ ഇന്നു മുതൽ ഐസ്റ്റീൻ അല്ല, ടിണ്ടുമോൻ. എടാ, അവന്മാരാരാ? അവൾ വേറെയും പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ വിശ്വാസം വരും? അമ്മാതിരി പണിയല്ലേ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത്. പിറവി കുർബാനയ്ക്ക് പോകാൻ അവളും കൂട്ടുകാരിയും കൂടെ വരും. നിങ്ങൾ വണ്ടിയുമായി അവിടെ കിടക്കണം എന്ന് പറഞ്ഞപ്പോ അത് തന്നെ. പുതപ്പും തലേണയും കൂടെ കൊണ്ടുവന്നിട്ട് കൂർക്കം വലിച്ചു കിടന്നുറങ്ങിയല്ലേ? ശരിയാടാ അളിയ. അതിലൊരുത്തൻ നമ്മൾ പാടുന്ന നേരത്തെ മേ മേ എന്നൊരു കരച്ചിൽ. അപ്പോൾ നോക്കുമ്പോൾ അളിയ, മറ്റവൻ പോയിട്ട് പൈപ്പ് തുറക്കുന്നു. ആന്നേ,
ഞാനാ പിന്നെ അത് അടച്ചത്. നമ്മുടെ ഇടവകയിലുള്ളതാണെന്നാ ഞാൻ കരുതിയത്. അതെങ്ങനെയാ? തൊട്ടടുത്ത വീട്ടിൽ ആരാണെന്ന് അറിയത്തില്ല. ലോകത്തിന്റെ അറ്റത്തുള്ള റീൽസുകാരെ വരെ അറിയാം. എടാ, ഇവന്മാരെല്ലാവരും നമ്മുടെ കൂടെ നടന്ന് കക്കാനുള്ള വീട് നോക്കുമായിരുന്നു. എന്തായാലും മിണ്ടാതെ അവന്മാരെന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ദേ അവള് വരുന്നു. എടി വരരുത്, ഞങ്ങളല്ല അത്. ശരിക്കിനുള്ള ഞങ്ങൾ ഇവിടെയാ. എടാ, ഇത്ര നേരം എവിടെയായിരുന്നു? വേഗം വാ. ക്യാമറ റെഡി ആണോ? ശ്രദ്ധിച്ചെടുക്കണം, റീടേക്ക് പറ്റത്തില്ല. എടി, ഇവന്മാര് നമ്മളെ നോക്കുന്നില്ലല്ലോ. ദേ അടുക്കള വശത്തേക്ക് പോകുന്നു. എടാ മണ്ട, വാതില് ചാരിയിട്ടേ ഉള്ളൂ. തുറക്ക്, ഇങ്ങോട്ട് വാ. എടാ ആശാനെ, ഇവൾക്കിട്ടൊന്ന് കൊടുക്കാം. എന്റെ അമ്മോ, കണ്ണീന്ന് പൊന്നീച്ച പോയി. ഓടിക്കോടി, ഇവന്മാർ ഒറിജിനലാ. ചേട്ടാ മുണ്ട്, ചേട്ടാ മുണ്ട്, മുണ്ട്. മിണ്ടാനൊന്നും നേരമില്ലടി, മെസ്സേജ് ഇടാം. അല്ല ചേട്ടാ, ഇത് ചേട്ടന്റെ മുണ്ടല്ലേ? എടാ